കാലിക്കറ്റ് സർവകലാശാലയിൽ വിവിധ ഡിഗ്രി PG B.Ed കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് ആദ്യം ഒരു കോളേജിൽ ഒരു അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത് മറ്റൊരു അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജിലേക്ക് മാറുകയോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എടുത്തു തേർഡ് അലോട്ട്മെൻറ്റ് മാറുക അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് എടുത്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ മാറുക അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എടുത്ത് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനിലേക്ക് മാറുക അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് മാറുക സ്പോർട്സ് കോട്ടയിലേക്കൊക്കെ മാറുന്ന സമയത്ത് ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് മാറുന്ന സമയത്ത് ഫീസ് തിരിച്ച് കിട്ടുമോ? അതുപോലെ തന്നെ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലൊരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് അത് കഴിഞ്ഞിട്ട് B.Pharm അല്ലെങ്കിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ TTC അല്ലെങ്കിൽ മറ്റു പല കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ മാറുന്ന സമയത്ത് ഫീസ് തിരിച്ച് കിട്ടുമോ എന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിച്ചു. ഈ വീഡിയോ കൃത്യമായിട്ട് ഫുള്ളായിട്ട് കാണണം. അതുമായി ബന്ധപ്പെട്ട റൂള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേത് ഉണ്ട്. 27/5/2024 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് ഘടനയുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ടുള്ള റൂളിൽ കൃത്യമായിട്ട് റീഫണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യൂണിവേഴ്സിറ്റികളെ നടത്തിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഇതിന് കൃത്യമായിട്ടുള്ള റൂളുണ്ട്. UGCയുടെ റൂളിൽ ചെറിയൊരു പ്രോസസ്സിങ് ചാർജ് ഒഴികെ ബാക്കിയെല്ലാം തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇതിൻ്റെ റൂളുമായി ബന്ധപ്പെട്ട PDF ലഭ്യമാക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ PDF. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ റീഫണ്ടുമായി ബന്ധപ്പെട്ട റൂളാണ് നമ്മൾ നോക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റൂള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പറയുകയാണ്. ഇഫ് എ സ്റ്റുഡൻസ് ചൂസ് വിഡ്രോ ഫ്രം ദ പ്രോഗ്രാം ഓഫ് സ്റ്റഡി ഇൻ വിച്ച് ഷീ ഈസ് എൻറോൾഡ്, ഒരു കുട്ടി അഡ്മിഷൻ എടുത്തതിന് ശേഷം വിഡ്രോ ചെയ്യണം. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺ ഷാൾ ഫോളോ ദ ഫോളോയിങ് 4th tier സിസ്റ്റം ഓഫ് റീഫണ്ട് ഓഫ് ഫീസ് റെമിറ്റഡ് ബൈ ദ സ്റ്റുഡൻറ്റ്. കുട്ടി അടച്ച ഫീസിൽ നിന്ന് 4 രീതിയിലൂടെ റീഫണ്ട് കൊടുക്കണം. 4 സിസ്റ്റമാണ് പറയുന്നത്. ഒന്നാമത്തെ സിസ്റ്റം പറയുന്നത് 100% തിരിച്ചു കൊടുക്കുക. 100% തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അഡ്മിഷന് ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. ഈ വർഷത്തത് എനിക്ക് തോന്നുന്നത് ഡിഗ്രിയുടേത് സെപ്റ്റംബർ 20 ആ PGക്ക് വേറെ ദിവസമായിരിക്കും. അതതിൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. B.Edന് വേറെ ദിവസമായിരിക്കും. ഓരോ കോഴ്സിനും ഓരോ യൂണിവേഴ്സിറ്റിയിലും വേറെ രീതിയായിരിക്കും. മറ്റൊരു പല അതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ 15 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി കോഴ്സ് നിന്ന് വിഡ്രോ ചെയ്യണം. അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് മാറുകയാണ്. ആ സമയത്ത് 100% ഫീസ് തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ചെറിയ പ്രോസസ്സിങ് ചാർജ് വേണമെങ്കിൽ വാങ്ങി വെക്കാമെന്ന് UGCയുടെ റൂളിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ 15 ദിവസത്തിൽ കുറവും അതുപോലെ തന്നെ ആ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള 15 ദിവസത്തിനും ഇടയിലാണെങ്കിൽ 80% തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള 15 ദിവസവും അതുപോലെ തന്നെ 30 ദിവസത്തിനും ഇടയിലാണെങ്കിൽ 50% തിരിച്ചു കൊടുക്കണമെന്ന്. അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഒരു കോഴ്സ് നിർത്തിപ്പോണെങ്കിൽ 0% കൊടുത്താൽ മതി, ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് 26/7/2021 തീയതിയിൽ പുറപ്പെടുവിച്ച സർവകലാശാല ഉത്തരവ് പ്രകാരം ബിരുദ കോഴ്സുകളുടെ ഫീസ് റീഫണ്ടിന് പരിഗണിക്കുന്ന അവസാന തീയതിയെ ക്ലാസ് തുടങ്ങി 60-ാം ദിവസമാണ് പരിഗണിക്കുക. ക്ലാസ് തുടങ്ങിയിട്ട് 60-ാമത്തെ ദിവസമാണ് പരിഗണിക്കുക. ഇത് പ്രകാരം ഈ വർഷത്തെ ക്ലാസ് തുടങ്ങുന്നത് ഡിഗ്രിക്ക് ജൂലൈ 1 to 60 എന്ന് പറയുമ്പോൾ നമുക്ക് ജൂലൈ 1 അതിലെ 31 ദിവസം, ഓഗസ്റ്റിലെ പിന്നെ 29 ദിവസവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ഓഗസ്റ്റ് 29 ഒരു കുട്ടി അതിനിടയിലാണ് ഈ കുട്ടി നിർത്തുന്നതെങ്കിൽ ആ കുട്ടിക്ക് റീഫണ്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് മറ്റു കോഴ്സുകളിലേക്കോ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് റീഫണ്ട് കൊടുക്കണമെന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റൂള്. അത് കൃത്യമായിട്ട് നിങ്ങളുമായി പങ്കുവച്ചതാണ്. ഓക്കെ, താങ്ക് യു.